ഹലോ, എക്സ്ട്രാ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കളക്ഷനിലുള്ള സാരീസ് കാണിക്കാനായിട്ടാണ്. ഒത്തിരി ആൾക്കാർക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് നമുക്ക് ലാസ്റ്റ് കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ മനസ്സിലായി. സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ചെയ്യുന്ന വർക്കല്ല. നമ്മൾക്ക് ഇതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് സാരീസ് ചെയ്ത് അയച്ചു തരുന്ന സാരീസ് നമ്മൾ നമ്മുടെ ചാനൽ ത്രൂ സെല് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ വർക്ക് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ കുറച്ച് ആൾക്കാർ അയച്ചു തന്ന സാരീസ് നമുക്ക് കാണാം. അപ്പോൾ ഈ സാരീസ് ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ പോസ്റ്റലായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കൊറിയർ സർവീസ് ത്രൂ അയക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. സാരീസ് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു നോയൽ കോട്ട മെറ്റീരിയൽ വരുന്ന സാരിയാണ്. നമുക്ക് പ്ലെയിൻ സാരീസിൽ ഒരു അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലാണ് ഈ നോയൽ കോട്ട വരുന്നത്. നമ്മൾ സിൽക്കി കോട്ടയൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ടാത്ത അത്യാവശ്യം ഫ്ലോയി ആയിട്ടുള്ളൊരു ഫാബ്രിക് ആണ് നോയൽ കോട്ട വരുന്നത്. നമ്മൾ അധികം വർക്ക് ചെയ്തിട്ടില്ലാത്തൊരു ഫാബ്രിക് ആണ്. എന്നാലും നമുക്കിത് ഫസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ഈ ഒരു നോയൽ കോട്ട ഫാബ്രിക്കിൽ വരുന്ന ഒരു സാരി. ഇതിനകത്ത് കച്ച് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇത് സിൽക്കി കോട്ട തന്നെയാണ്. ഇതിൻ്റെ ഒരു വേരിയേഷൻ ആണ്. കോട്ട മെറ്റീരിയൽ വരുന്നൊരു പാറ്റേൺ തന്നെയാണ്. കുറച്ചൊരു സിൽക്കി കോട്ടയെക്കാളും കുറച്ചും കൂടെ ഒരു ചെക്സ് ഇച്ചിരി വലിയ ചെക്സ് ആണ്. അതുപോലെ നമ്മൾ സൂപ്പർ നെറ്റ് സിൽക്കി കോട്ട നമ്മൾ നോർമലി കാണിക്കുന്നത് അതിനകത്ത് ഹോൾസ് വരുന്നത് ഇച്ചിരി വലിയ സൈസിലാണ്. വലിയ സൈസ് എന്ന് പറഞ്ഞാൽ ഈ സാരി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലിയ സൈസിലാണ്. ഇതിനകത്ത് ഹോൾസ് ഇല്ലാത്തൊരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ചെക്സ് മാത്രം വരുന്ന ഒരു രീതിയിലാണ്. പിന്നെ സിൽക്കി കോട്ട എന്ന് പറയുന്നവരും ഉണ്ട്. ഇതിന് ഇച്ചിരി കട്ടിയുള്ളൊരു മെറ്റീരിയൽ നോയൽ കോട്ട ആയിട്ട് വരുന്നതുകൊണ്ട് നോയൽ കോട്ടയുടെ പല വേരിയേഷൻ ഉണ്ട്. നോർമൽ കോയൽ കോട്ട വരുമ്പോൾ കുറച്ചുകൂടെ സ്റ്റിഫ്നെസ് ഉള്ളൊരു ടൈപ്പ് കോയൽ കോട്ടയും വരാറുണ്ട്. ഇത് നമുക്ക് ഒരു സിൽക്കി കോട്ടയുടെയും കോയൽ കോട്ടയുടെ ഒരു മിക്സ് എന്നൊക്കെ പറയാവുന്ന ഒരു ഫാബ്രിക് ആണ്. കറക്റ്റ് ആയിട്ടുള്ളൊരു സിൽക്കി കോട്ടായും അല്ല, അതുപോലെ നോയൽ കോട്ടയുടെ ഒക്കെ ഒരു മിക്സ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ്. എനിവേ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഒത്തിരി ട്രാൻസ്പെറൻസി ഒന്നും ഇല്ല. അതുപോലെ അത് കോട്ടൺ ഫാബ്രിക് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഒരു പീച്ചിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഒരു ബ്രിക്ക് ഷെയ്ഡിനോട് അടുത്ത് വന്നിരിക്കുന്ന ഒരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് കച്ച് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബ്ലൂ കളറിലെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു പീച്ചിൽ ബ്ലൂ കോമ്പിനേഷൻ നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. കുഞ്ഞ് ഡിസൈൻസ് ആണ്, എന്നാൽ പോലും കച്ച് വർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അത് ട്രഡീഷണൽ ആയിട്ടുള്ള എംബ്രോയിഡറി സ്റ്റിച്ച് പാറ്റേൺ ആണ്. അത്യാവശ്യം നല്ല ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു എംബ്രോയിഡറി സ്റ്റിച്ച് പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു 5 ഡിസൈൻസ് ഈ ഒരു കച്ച് വർക്കിൽ ഈ ഒരു കുഞ്ഞു ഡിസൈനിലാണെങ്കിലും വന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റെം സ്റ്റിച്ചും ലേസി സ്റ്റിച്ചും യൂസ് ചെയ്തിട്ടാണ് ബാക്കി സ്റ്റെമ്മും ലീഫും എല്ലാം ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രീൻ വെച്ചിട്ടാണ് ആ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ റണ്ണിങ് പോർഷനിലാണ് നെക്സ്റ്റ് വർക്ക് വന്നിരിക്കുന്നത്. പല്ലുവിന്റെ റണ്ണിങ് പോർഷനിൽ വരുന്നിടത്ത് ഒരു വർക്ക് വന്നിട്ടുണ്ട്. പല്ലുവിന്റെ അപ്പുറത്തെ എൻഡിൽ വർക്കില്ല. ഈ റണ്ണിങ് പോർഷനിലാണ് വർക്ക് വരുന്നത്. നെക്സ്റ്റ് ഇതിന്റെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോൾ തന്നെ ഒരു വർക്ക് കൂടെ ഉണ്ട്. അതായത് പല്ലുവിന്റെ പുറകോട്ട് കിടക്കുന്ന ഭാഗത്ത് 3 ഡിസൈൻസാണ് വന്നിരിക്കുന്നത്. എൻഡിലൊരു ഡിസൈൻ, ഇത് പുറകോട്ട് കിടക്കുന്ന ഭാഗമാണ്. പുറകോട്ട് കിടക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഒരു ഡിസൈൻ, നമ്മൾ ആ ജസ്റ്റ് ആ ഷോൾഡറിൽ ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ ഒരു ഡിസൈൻ, സെൻട്രൽ പോർഷനിലോട്ട് വരുമ്പോൾ ഒരു ഡിസൈൻ, എൻഡിൽ വരുമ്പോഴത്തേന് വരുന്ന പോലെ ഡിസൈൻ, അങ്ങനെ 3 ഡിസൈൻ ഈ പല്ലുവിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ടാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ 5 ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. കുഞ്ഞ് ഡിസൈൻസ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ 5 ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് 5 ഡിസൈൻസ് നല്ല കവർ ചെയ്ത് വരുന്ന പോലെ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് ഡിസൈൻസ് ചെറുതാണെങ്കിലും നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് തന്നെ ആ ഡിസൈൻസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത്യാവശ്യം ഫ്ലോയി ആയിട്ടുള്ള സാരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒത്തിരി സ്റ്റിഫ്നെസ് ഒന്നും വേണ്ട, അത്യാവശ്യം നല്ലൊരു ഈസി ടു ഹാൻഡിൽ ആയിട്ടുള്ള സാരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരി. നെക്സ്റ്റ് ഇതിന്റെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴും ഈ സാരിയിൽ അത്യാവശ്യം നമ്പർ ഓഫ് ഡിസൈൻസ് നമ്മൾ നോർമലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 4 ഡിസൈൻസ് ഇതിന്റെ ബോട്ടം പോർഷനിലോട്ട് വരുമ്പം ഇതുപോലെ 4 ഡിസൈൻസ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നമ്മൾ ആ റൈറ്റ് ലെഗ് പോർഷൻ തൊട്ട് നമ്മുടെ ഫ്ലീറ്റ്സിന് ഇടയ്ക്കോട്ട് വരുന്നത് പോലെ സ്റ്റാൻഡിങ് പോസിൽ വരുന്ന പോലെ 4 ഡിസൈൻസ് ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്. സൈസ് ചെറുതാണെങ്കിലും നമ്പർ ഓഫ് ഡിസൈൻസ് കൂടുതലുമാണ്. അതുപോലെ കച്ച് വർക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എടുത്ത് ചെയ്ത എംബ്രോയിഡറി വർക്ക് തന്നെയാണ്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്, ഇതിന്റെ റേറ്റ് വരുന്നത് 2175 ആണ്. 2175 റുപ്പീസ് ആണ്. ഈ സാരി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി.
നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള സിൽക്കി കോട്ട സാരിയാണ്. നമ്മൾ സിൽക്കി കോട്ട എന്നുള്ള രീതിയിൽ പ്ലെയിൻ സാരി ആയിട്ടും ഒക്കെ സെല് ചെയ്യുന്ന സിൽക്കി കോട്ട എന്ന് ആക്ച്വലി പറയുന്ന സൂപ്പർ നെറ്റ് സിൽക്കി കോട്ട സാരിയാണിത്. സിൽക്കി കോട്ടയിൽ തന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ കുറെ വേരിയേഷൻസ് ഉണ്ട്. പല രീതിയിലുള്ള സിൽക്കി കോട്ട മെറ്റീരിയൽസ് ഉണ്ട്. കോട്ട മെറ്റീരിയലിനെ സ്റ്റാർച്ച് ചെയ്യേണ്ടാത്ത കുറച്ച് ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽസിനെയാണ് സിൽക്കി കോട്ട എന്ന് പറയുന്നത്. അതായത് സാധാരണ കോട്ടൺ ചെക്കോട്ടായും ഉണ്ട്, അതുപോലെ കോട്ടൺ അല്ലാത്ത ഇതുപോലത്തെ ബ്ലെൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലിന്റെ കോട്ട മെറ്റീരിയലും ഉണ്ട്. അപ്പം കോട്ടൺ ചെക്കോട്ട എപ്പോഴും സ്റ്റാർച്ച് ചെയ്യേണ്ടതും സ്റ്റിഫ്നെസ് ഉള്ളതും ഒക്കെ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതുപോലെ ഫ്ലോയി ആയിട്ട് വരുന്ന മെറ്റീരിയൽസിനെയാണ് സിൽക്കി കോട്ട എന്ന് പറയുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കാണിച്ച ആ ഒരു എക്സാക്ട് ഞാൻ പറഞ്ഞ പോലെ നോയൽ കോട്ട അല്ല, അതിൻ്റെ സിൽക്കി കോട്ടയുടെ മിക്സ് ആണ് അതും വന്നിരിക്കുന്നത്. ഇത് ഇതിനകത്ത് സൂപ്പർ നെറ്റ് എന്ന് പറയുന്ന സിൽക്കി കോട്ട മെറ്റീരിയലാണ്. ഇതല്ലാണ്ട് നൈലോൺ കോട്ട എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. നമ്മൾ നേരത്തെ സാരീസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനെയും സിൽക്കി കോട്ട എന്ന് പറയുന്നതുണ്ട്. അത് നമ്മുടെ കോട്ടൺ ചെക്കോട്ടയുടെ സെയിം ചെക്സ് വരുന്ന. ഇതിൽ വരുമ്പോഴത്തേനും ചെറിയ ചെക്സ് ആണ് വരുന്നത്, ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ചെക്സ് ആണ് വരുന്നത്. സാരിയും കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആണ്, കുറച്ചും കൂടെ ട്രാൻസ്പെറൻസിയും കൂടുതലാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് എപ്പോഴും പറയുന്നുണ്ട് ഈ ഒരു സിൽക്കി കോട്ട മെറ്റീരിയൽ ഇങ്ങനെ കാണുന്നതിനേക്കാളും അതിന് ട്രാൻസ്പെറൻസി ഭയങ്കര കൂടുതലാണ്. ആക്ച്വലി ഈ പറഞ്ഞ പോലെ നമുക്ക് ഒത്തിരി മൂവിങ് ആയിട്ടുള്ള മെറ്റീരിയൽ, പ്ലെയിൻ ആയിട്ടാണെങ്കിലും വർക്ക് ചെയ്തിട്ടാണെങ്കിലും ഒത്തിരി മൂവിങ് ആയിട്ടുള്ള മെറ്റീരിയൽ ഈ സിൽക്കി കോട്ട വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്ലീറ്റഡ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വലിയൊരു ട്രാൻസ്പെറൻസി ഒന്നും വരത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നോർമൽ മെറ്റീരിയൽ, അതായത് നോർമൽ നമ്മൾ കോട്ട ഫാബ്രിക്സിൽ നോർമലി വരുന്ന ഒരു ട്രാൻസ്പെറൻസി എന്താണെങ്കിലും ഈ ഒരു സൂപ്പർ നെറ്റ് മെറ്റീരിയലിലും വരും. ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത് ഷാഡോ വർക്കാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഷാഡോ വർക്കാണ് ഇതിനകത്ത്. ഈ ഒരു ലാവൻഡറിന്റെ തന്നെ കുറച്ചുകൂടി ഡാർക്കർ ആയിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് ഇതിന്റെ ഫ്ലവർ ഡിസൈൻസ് വന്നിരിക്കുന്നത്. അതിന് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡും യൂസ് ചെയ്തിട്ട് ലീഫ് ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും ഷാഡോ വർക്ക് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ഫ്ലവറും ഒരു കുഞ്ഞു ഫ്ലവറും അതിന് ചേരുന്ന പോലത്തെ ലീഫ് പാറ്റേണും ഒക്കെ വരുന്നൊരു ഡിസൈനാണ് ഇതിന്റെ പല്ലു പോർഷന് എൻഡി കൊടുത്തിരിക്കുന്നത്. പല്ലു പോർഷനിൽ തന്നെ വീണ്ടും ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. പല്ലുവിന്റെ സെൻട്രൽ പോർഷനിൽ വരുമ്പോൾ നമ്മൾ ആ കണ്ട വലിയ ഫ്ലവറും കുറച്ച് ലീവ്സും വരുന്നത് പോലെ പല്ലുവിന്റെ സെൻട്രൽ പോർഷനിൽ ഒരു ഡിസൈൻ ഉണ്ട്. അതുപോലെ പല്ലുവിന്റെ ഉള്ളിലെ എൻഡിൽ വരുന്നത് വീണ്ടും നമ്മൾ പല്ലുവിന്റെ മെയിൻ എൻഡിൽ കണ്ട സെയിം സൈസിലുള്ള ഒരു ഡിസൈൻ ഉണ്ട്. അതുപോലെ നോർമൽ സാരീസിൽ കാണാത്ത പോലെ പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന എൻഡിൽ ഇതുപോലെ ഒരു അഡീഷണൽ ഡിസൈനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ വരുന്ന എൻഡിൽ മീൻസ് മുകളിലോട്ട് വരുന്നത് പോലെ ഒരു ഡിസൈനും ഈ ഒരു സാരിയിൽ കൊടുത്തിട്ടുണ്ട്. സോറി, ഒന്നല്ല, ഈ എൻഡിലാട്ടോ 2 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. ഇത് ഇതിന്റെ മെയിൻ മീൻസ് ഇതിന്റെ നമ്മൾ ഉടുത്ത് വരുമ്പോൾ കാണുന്ന സൈഡ് വരുന്നത് ഈ ഒരു സൈഡാണ്. ഇത് ഇതിന്റെ ഉള്ളിൽ വരുന്ന പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന സൈഡാണ് ഈ സൈഡ് വരുന്നത്. ഇവിടെ 2 ചെറിയ ഡിസൈൻസും, ചെറുതല്ല 2 വലിയ ഫ്ലവറിന്റെ സിംഗിൾ ഡിസൈൻസും, ഒരു ഫ്ലവറിന്റെ 2 ഫ്ലവർ ഉള്ള ഒരു സിംഗിൾ വലിയ ഡിസൈനും വരുന്നുണ്ട്. അങ്ങനെ 3 ഡിസൈൻസ് ഇതിന്റെ ഉള്ളിൽ വരുന്ന എൻഡിൽ തന്നെ വരുന്നുണ്ട്. ഇതിന്റെ മെയിൻ എൻഡിലേക്ക് വരുമ്പോഴും റണ്ണിങ് പോർഷനിൽ സെയിം നമ്പർ ഓഫ് ഡിസൈൻസ് വരുന്നുണ്ട്. പല്ലുവിൽ 2 വശത്തും ഒരുപോലെ ഡിസൈൻസ് വന്നിട്ടുണ്ട്. മെയിൻ സൈഡിലും ഉണ്ട് 2 ചെറിയ ഡിസൈനും ഒരു വലിയ ഡിസൈനും, സെൻട്രലിൽ ഒരു ഡിസൈൻ ഉണ്ട്. ഉള്ളിൽ വരുന്ന എൻഡിലും ആ സെയിം പാറ്റേണിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലത്തെ 3 ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേണിൽ വരുന്ന 3 ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. ഷാഡോ വർക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. നല്ല ഫിനിഷിംഗ് തന്നെ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് ആണെങ്കിലും വളരെ നീറ്റായിട്ട് നല്ല ഫിനിഷിൽ ചെയ്തെടുത്തിരിക്കുന്ന വർക്കാണ് കേട്ടോ. നല്ലൊരു ഫിനിഷിംഗ് തന്നെ ചെയ്തിരിക്കുന്ന ഷാഡോ വർക്കാണ്. നെക്സ്റ്റ് ഇതിന്റെ ബോട്ടം സൈഡിലാണ് വർക്ക് വന്നിരിക്കുന്നത്. ഞാൻ തിരിച്ചാണ് കാണിക്കുന്നത്. അതായത് ബോട്ടം സൈഡ് വരുന്നത് ആക്ച്വലി ഇങ്ങനെയാണ് ബോട്ടം സൈഡിലേക്ക് വരുന്നത്. പക്ഷെ ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി, ഡിസൈൻസ് കാണിക്കാൻ വേണ്ടി തിരിച്ചാണ് പിടിക്കുന്നത്. സ്റ്റാൻഡിങ് പോസിൽ വരുന്നത് പോലത്തെ 6 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ. ഈ ഒരു ഇത് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ഇത് ഇവിടുന്ന് താഴോട്ട് വരുന്ന പോലെയാണ് ഞാൻ കാണിക്കുന്നത്. തിരിച്ചാണ് ഫ്ലവേഴ്സ് കാണുന്നത്. ഇതിന്റെ ബോട്ടം പോർഷനാണ് ഞാൻ മുകളിൽ പിടിച്ചിരിക്കുന്നത്. 6 ഡിസൈൻസ്, ആ കുഞ്ഞു ഫ്ലവേഴ്സ്, അതായത് നമ്മുടെ പല്ലുവിലൊക്കെ കണ്ട കുഞ്ഞു ഫ്ലവേഴ്സ് ഇതുപോലെ 6 വരുന്നത് പോലെയാണ് ഡിസൈൻസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉടുത്ത് വരുമ്പം നമ്മുടെ ഫ്ലീറ്റ്സിന് ഇടയ്ക്കൂടെ ഒക്കെ ഈ കുഞ്ഞു ഡിസൈൻസ് വരുന്നത് പോലെ അത്യാവശ്യം നിറച്ച് ഈ ഒരു ഷാഡോ വർക്ക് എംബ്രോയിഡറി ഉള്ളൊരു സാരിയാണ്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2175 ആണ്. ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. നല്ലൊരു കളർ കോമ്പിനേഷനും നല്ലൊരു ലുക്കുള്ളൊരു സാരി തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഒരു കോട്ടൺ ചെക്കോട്ടയിൽ ഓഫ് വൈറ്റ് വന്നിരിക്കുന്ന ഒരു സാരിയാണ്. ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഈ ഒരു സ്ട്രോബെറി ഡിസൈനാണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. തിക്കായിട്ടുള്ള എംബ്രോയിഡറി പാറ്റേൺ ആണ്.
ഫുൾ ആ ഒരു ഷോർട്ട് ആൻഡ് ലോങ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള തിക്കായിട്ടുള്ള എംബ്രോയിഡറി പാറ്റേൺ ആണ്. ഫുൾ ഫില്ല് ചെയ്തിട്ടുള്ള സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട്. അതുപോലെ ഷെയ്ഡ്സ് ആണെങ്കിലും ഈ ഒരു സ്ട്രോബെറിയിൽ 2 ഷെയ്ഡ്സ് ഓഫ് റെഡ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ആ സ്ട്രോബെറിക്ക് ഒരു കുറച്ചുകൂടി ഒരു ലൈവ്ലി ഫീൽ ഒക്കെ കിട്ടാൻ വേണ്ടി 3D ഇഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആ ഒരു സീഡ്സ് ഒക്കെ കാണിക്കുന്ന പോലെ തന്നെ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ അതിനൊരു ഹൈലൈറ്റ് ഒക്കെ കൊടുത്ത് ശരിക്കും ഒരു ചെറിയൊരു സ്ട്രോബെറി ബഞ്ച് കിടക്കുന്ന ഒരു ഫീലിൽ തന്നെ ആ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. 3 സ്ട്രോബെറീസും അതിനടുത്ത ലീവ്സും ഒക്കെ വരുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണ്. സെയിം ഡിസൈൻ ആണ് ഈ ഒരു സാരി ത്രൂ ഔട്ട് വന്നിരിക്കുന്നത്. ഇതിന്റെ പല്ലുവിൽ തന്നെ നടുക്ക് സെൻട്രൽ പോർഷനിൽ വരുന്നതാണ് ഈ ഒരു ഡിസൈൻ. അതുപോലെ പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന എൻഡിലും സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ ഡിസൈൻസ് ഇതിന്റെ റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതിന്റെ സിംഗിൾ ഡിസൈൻ 2 സിംഗിൾ സ്ട്രോബെറിയും ലീഫും വരുന്നത് പോലെ ഇങ്ങനെ റണ്ണിങ് പോർഷനിൽ പുറകോട്ട് വരുന്നിടത്ത് ഇതുപോലെ 2 സ്ട്രോബെറീസ് കിടക്കുന്നത് പോലെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും 3 ഡിസൈൻസ്, നമ്മൾ ആ പല്ലുവിൽ കണ്ട 3 ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലേക്ക് വരുന്നത്. നല്ല കോൺട്രാസ്റ്റ് ചെയ്ത് കാണുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. ഓഫ് വൈറ്റിൽ മെറൂൺ റെഡ് ആ ഒരു ഷെയ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല കോൺട്രാസ്റ്റ് ചെയ്ത്, ഗ്രീൻ ആണെങ്കിലും നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ആയതുകൊണ്ട് നന്നായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് ഈ ഒരു വർക്ക് കാണാനായിട്ട് പറ്റും. ചേർച്ച് വെയർ ഒക്കെ ആയിട്ട് കൂടുതലായിട്ട് മൂവിങ് ആയിട്ട് വരുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണ് ഈ ഒരു സാരി. നമ്മൾ ഈ ഒരു സാരി പാറ്റേൺ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ഒത്തിരി റിപ്പീറ്റ് ഓർഡേഴ്സും ഒക്കെ വന്നത്, ഇതിന്റെ വൈറ്റിലൊക്കെ ആണെങ്കിലും ഒക്കെ ആയിട്ട് ഒത്തിരി റിപ്പീറ്റ് ഓർഡേഴ്സ് വന്ന ഒരു സാരിയാണിത്. അപ്പോൾ ഈ സാരി നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇതിന്റെ ലാസ്റ്റ് ഡിസൈൻ വരുന്നത് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോൾ ഇതുപോലെ ഈ ഒരു പോസിൽ വരുന്ന പോലെ ഈ ഒരു റൈറ്റ് ലെഗ് പോർഷനിൽ ഈ ഒരു സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ വരുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1775 ആണ്. 1775 റുപ്പീസ് ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും കാണിക്കുന്ന ഒരു കോട്ടൺ കോട്ട ഫാബ്രിക്കിൽ വരുന്നൊരു സാരിയാണ്. കോട്ടൺ കോട്ടയിൽ ബേബി പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു സാരിയാണ്. നമുക്ക് ഒത്തിരി മൂവിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ബേബി പിങ്ക് ഷെയ്ഡ്. അതിൽ അത്യാവശ്യം ബോർഡർ ഫുൾ ഡിസൈൻ വരുന്ന പോലത്തെ ഒരു സാരിയാണ്. ഇതിന്റെ പല്ലു പോർഷൻ ആണ്. പല്ലു പോർഷൻ വരുമ്പോൾ 2 എൻഡിലും 2 വലിയ ഡിസൈൻസും സെൻട്രൽ ഒരു ചെറിയ ഡിസൈനും വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിലെ സെൻട്രൽ പോർഷനിലെ പല്ലുവിന്റെ എൻഡിലെ വലിയ ഡിസൈൻസ് വരുന്നത് ഈ സെയിം ഡിസൈൻ തന്നെയാണ് പല്ലുവിന്റെ മറ്റേ എൻഡിലും വന്നിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ബാക്കി പോർഷനിലേക്ക് ഈ ഒരു സൈസുള്ള ഡിസൈൻ റണ്ണിങ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് അവിടെ തൊട്ട് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ വരെയും ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ഇതുണ്ടോ, ഇതുപോലെ ഇതിന്റെ ചെസ്റ്റ് പോർഷൻ വരെയും ഇതിങ്ങനെ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉടുത്ത് വരുമ്പോൾ ചെസ്റ്റ് പോർഷൻ തൊട്ട് പല്ലു വരെ വരുന്ന പോലെ ഈ ഒരു ഡിസൈൻ പാറ്റേൺ വരുന്നുണ്ടോ, ഇവിടം തൊട്ട് ബാക്കിലേക്ക് ഇങ്ങനെ ഫുൾ വരുന്നത് പോലെ ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇതുണ്ടോ, ഇവിടം തൊട്ട് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്ത് പല്ലുവിലേക്ക് ഡിസൈൻ വരുന്ന പോലെ ഒരു ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ബോട്ടം പോർഷനിലും ഈ സെയിം സൈസിലുള്ള ഡിസൈൻസ് സ്റ്റാൻഡിങ് ആയിട്ട് ചെയ്തിരിക്കുന്ന പോലെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സാരിയിലെ പോലെ തിരിച്ചാ പിടിച്ച് കാണിക്കുന്നത്. ഇതിന്റെ ബോട്ടം പോർഷനാണ്, പിടിച്ചിരിക്കുന്ന ബോട്ടം പോർഷനിലാണ്. ബോട്ടം പോർഷനിൽ ഇതുപോലെ ഡിസൈൻസ് വന്നിരിക്കുന്നത്. 6 ഡിസൈൻസ് ബോട്ടം പോർഷനിൽ വന്നിട്ടുണ്ട്. തീരെ അറ്റത്തോട്ടല്ല ഡിസൈൻ വന്നിരിക്കുന്നത്, കുറച്ച് കേറിയ ഡിസൈൻസ് വന്നിരിക്കുന്നത്. അങ്ങനെ 6 ഡിസൈൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ഫോൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2175 ആണ്. 2175 റുപ്പീസ് ആണ്. അതുപോലെ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന എല്ലാം സിൽക്ക് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് മുഴുവനുമേ. നെക്സ്റ്റ് അപ്പം നമ്മൾ കാണിക്കുന്നത് വീണ്ടും ഒരു കോട്ടൺ ചെക്കോട്ട സാരിയാണ്. കോട്ടൺ ചെക്കോട്ട സാരിയിൽ കസൂത്തി വർക്ക് വരുന്ന ഒരു സാരിയാണ് നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത്. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ ഉള്ള സാരിയിൽ ഫുൾ ബോർഡറിലും കസൂത്തി വർക്ക് വരുന്നൊരു സാരി. നമ്മൾ ലാസ്റ്റ് വീഡിയോസിലും ഒക്കെ ഇതുപോലത്തെ സാരീസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വീണ്ടും നമുക്ക് അതേ പാറ്റേണുള്ളൊരു സാരി തന്നെ വീണ്ടും വന്നിരിക്കുന്നത്. ഓറഞ്ച് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഇതിനകത്ത് ഈ ഒരു കസൂത്തി വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ 2 ബോർഡറിലായിട്ടാണ് വർക്ക് കൊടുത്തിരിക്കുന്നത്. ഈ മെയിൻ ബോർഡറിലും അതുപോലെ പല്ലുവിൻ്റെ ആ ഒരു എൻഡിൽ വരുന്ന ബോർഡറിലുമാണ് വർക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 2 ബോർഡറിൽ വർക്ക് വരുന്ന പോലെ ഈ ഒരു പല്ലുവിൻ്റെ എൻഡിൽ വരുന്ന ബോർഡറിൽ മറ്റേ ബോർഡറിനേക്കാളും ഇച്ചിടെ വീതിയിൽ വരുന്ന ഒരു പാറ്റേൺ തന്നെയായിരിക്കും വർക്ക് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല വീതി തന്നെ ഫുൾ ബോർഡറിലും വന്നിരിക്കുന്നത്. ആ ഒരു ഒരു ഡയമണ്ട് ഷേപ്പ് ഡിസൈൻസ് പല ഷെയ്ഡ്സ് യൂസ് ചെയ്ത് മിക്സ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ടായിരുന്നാലും നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ഫുൾ ബോഡിയിലും ഈ ഒരു വർക്കും ഉണ്ട്. ഇത്രയും വർക്കും ഹാൻഡ് വർക്കാണ്, അത് മറക്കരുത്. നമ്മൾ അത്രയും നേരെ വിരുന്ന് വേണം ഈ ഒരു സാരിയുടെ ബോർഡർ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ
അത്രയും ഹാൻഡ് വർക്ക് ആയിട്ടുള്ള കസൂത്തി വർക്ക് എന്ന് പറയുന്നത് ഹാൻഡ് വർക്കാണ്. ഉണ്ടോ, ഫുൾ ബോർഡറിലും ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തൊരു സാരിയാണ്. അതും ഇത്രയും വീതിയിൽ, ഉണ്ടോ, ഇത്രയും വീതിയിൽ ഫുൾ ബോഡിയിലും ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല പേസ്റ്റൽ ഷെയ്ഡിലാണ് സാരി വന്നിരിക്കുന്നത്. അതിനകത്ത് നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ബോർഡറുമാണ്. നമുക്ക് സെയിം കളറിലുള്ള ബ്ലൗസ് ചൂസ് ചെയ്തോ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രിന്റഡ് ബ്ലൗസ്, അതായത് ഈ ഓറഞ്ച് ബ്ലാക്ക് കോമ്പിനേഷനിലൊക്കെ വരുന്ന പോലത്തെ പ്രിന്റഡ് ബ്ലൗസ് ഇട്ട് വെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഒരു സാരി. അത്യാവശ്യം ചേർച്ച് വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഒക്കേഷൻസിനൊക്കെ ആണെങ്കിലും പെയർ ചെയ്യാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു ക്ലാസ് ലുക്ക് എന്താണെങ്കിലും കൊടുത്താൽ വരികയും ചെയ്യും. അങ്ങനത്തെ ഒരു പാറ്റേൺ സാരിയാണ്. നമ്മൾ ആക്ച്വലി നോക്കുവാണെങ്കിൽ ഇത് ചെയ്ത് സമയം അനുസരിച്ച് നോക്കിയാൽ ഇതിന് എടുക്കുന്ന പ്രൈസ് വർത്താണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ പോലും നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കിത് അയച്ചു തരുന്ന ആൾക്കാർക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് അനുസരിച്ച് നമ്മൾ പ്രൈസ് ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 2765 rupees ആണ്. നമ്മൾ ഈ വർക്ക് ചെയ്ത മണിക്കൂറൊക്കെ ചെയ്ത് നോക്കിയാൽ ഇതിന് ഈ ഒരു വർത്തൊന്നും കൊടുത്താൽ പോരാ, അത് കൂടുതൽ പ്രൈസ് നമ്മൾ കൊടുക്കേണ്ടതാണ് ഈ ഒരു സാരീസിനൊക്കെ. നമുക്ക് കമന്റ് ആയിട്ട് ഒത്തിരി ആൾക്കാർ നമ്മളോട് പറയുന്നുണ്ട് നമ്മൾ ഒത്തിരി പ്രൈസ് കുറച്ച് ഈ ഒരു സാരീസിന് ഇടുന്നുണ്ടെന്ന്. ആക്ച്വലി പറഞ്ഞാൽ ശരിയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു ഹാൻഡ് എംബ്രോയിഡറി സാരീസ് അത് ചെയ്യുന്ന എഫേർട്ട് ഫുള്ളും കിട്ടുന്ന പോലെ ചിലപ്പോഴൊന്നും പ്രൈസ് ഇടാൻ പറ്റുന്നില്ല. ഈവൻ സബ്സ്ക്രൈബേഴ്സായിട്ട് നമുക്ക് ഈ അയച്ചു തരുന്ന ആൾക്കാരാണെങ്കിലും അവർ ഫസ്റ്റ് ടൈം ആയിട്ടൊക്കെ സാരീസ് ചെയ്യുന്നവരാ, ഫസ്റ്റ് ടൈം ആയിട്ടൊക്കെ സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ ആഗ്രഹം എങ്ങനെയും ഒരു സാരി സെല് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഒരു ഓഫർ പ്രൈസിൽ ഇടുന്നത് പോലെ നമ്മൾ പ്രൈസ് ഇട്ട് കൊടുക്കുന്നത്. അല്ലാണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാരിയുടെ അവരുടെ എഫേർട്ടിനുള്ള റിട്ടേൺ ഒന്നും ചില സാരീസ് ഒന്നും കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പം നമ്മൾ മാക്സിമം അവർ ചെയ്യുന്ന വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, മാക്സിമം അവരെ പ്രോത്സാഹിപ്പിക്കുക. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ സാരീസ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമാണ് നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ്. കോട്ടൺ സിൽക്കിൽ ഇതുപോലെ ഫുൾ ബോർഡറിലൊക്കെ വരുന്ന പോലത്തെ ഒരു പാറ്റേൺ വരുന്നൊരു സാരി തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത്. കോട്ടൺ സിൽക്കിന് ഒരു ബ്രൗൺ ഷെയ്ഡാണ്, ഒരു ബ്രിക്ക് ബ്രൗൺ എന്നൊക്കെ പറയാവുന്ന പോലെ ബ്രിക്ക് റെഡിന്റെ ഒക്കെ ഒരു മിക്സ് വരുന്ന പോലത്തെ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഇതിന്റെ പല്ലു പോർഷൻ ആണ്. പല്ലു പോർഷനിൽ ഫാനിന്റെ കാറ്റുകൊണ്ടാണ് ഈ സാരി ഇങ്ങനെ പറക്കുന്നത്. ഇത് വീഡിയോയിൽ സാരീസിന്റെ ഡിസൈൻ ക്ലിയർ ആവും തോന്നുന്നു. ഇത് അത്രയും ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഇത്രയും പറക്കുന്നത്. സാരിയുടെ മെറ്റീരിയലേ കോട്ടൺ സിൽക്ക് അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഒത്തിരി ഹെവി ആയിട്ടുള്ള ഫാബ്രിക് ഒന്നും അല്ല. ഇതിനകത്ത് പല്ലുവിന്റെ പോർഷനിൽ വന്നിരിക്കുന്ന ഡിസൈൻസ് ആണ്. നിറച്ചും ആ ഒരു പല്ലുവിൽ ഫുൾ ആയിട്ട് ആ ഒരു ഡിസൈൻസ് വന്നിട്ടുണ്ട്. കുറേ ഡിസൈൻസ് പല്ലുവിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത്. സാറ്റൺ സ്റ്റിച്ച് വെച്ച് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണിത്. സിൽവർ കളറിലെ ത്രെഡ് വെച്ചിട്ട് അതിന് ലീവ്സും സ്റ്റെമ്മും ഒക്കെ ചെയ്ത് ഒരു പീച്ചിന്റെ കോമ്പിനേഷനിലാണ് ഇതിനകത്ത് ഫ്ലവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ, ഒരു ഫ്ലവറും കുറച്ച് അതിൻ്റെ ഒരു ലീവ്സും സ്റ്റെമ്മും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു ഡിസൈനാണ്. എന്നാലും നിറച്ചു ഈ ഒരു ഡിസൈൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയും ഫുൾ ബോർഡറിൽ കൂടെ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ റണ്ണിങ് ആയിട്ട് പോകുന്നുണ്ട്. പല്ലു തുടങ്ങി ഇതുണ്ട്, പല്ലു ഇങ്ങനെ വരും. പല്ലുവിന്റെ എൻ പോർഷനിൽ ഇങ്ങനെ രണ്ട് ഡിസൈൻസ് എൽ ഷേപ്പിൽ വന്ന് പല്ലുവിന്റെ ഇതിലേക്ക് വന്ന് ബോർഡറിലേക്ക് ഫുൾ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ പോവുകയാണ് റണ്ണിങ് ആയിട്ട് തന്നെ. ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ടൊക്കെ വരുമ്പോഴത്തേനും സെയിം പാറ്റേണിൽ തന്നെ ഇത് കണ്ടോ, ഇതുപോലെ ഈ ഒരു ഡിസൈൻ റണ്ണിങ് ആയിട്ട് ഇതിന്റെ ബോർഡറിൽ പോവാണ്. ഇതിന്റെ സാരിയുടെ ഒരു ഹാഫ് പോർഷൻ കഴിയുന്ന സമയത്ത്, അതായത് ഫ്ലീറ്റ്സ് തുടങ്ങുന്ന ഭാഗം ആകാറാകുമ്പോഴത്തേനും ഈ സെയിം ഡിസൈൻ തന്നെ സ്റ്റാൻഡിങ് പോസിലോട്ട് വരുന്ന പോലെ ഈ സാരിൽ ഇതുണ്ടോ. ഇതുപോലെ നമ്മൾ ഇത്രയും നേരം സ്ലീപ്പിംഗ് പോസിൽ കണ്ട ഡിസൈൻസ് സ്റ്റാൻഡിങ് പോസിലോട്ട് വരുന്നത് പോലെ ഈ ഒരു സാരിയിലെ ബാക്കി ഡിസൈൻസ് വരുന്നത് ഫുള്ളായിട്ട് ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ ഈ ഒരു സാരിയിൽ ഫുള്ളായിട്ട് ഡിസൈൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ഈ സാരിയിലും ഫോൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1997 ആണ്. 1997 rupees ആണ്. കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന സാരീസ് ആണ്. ഇത്രയും സാരീസ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. കാണിച്ച ഏതെങ്കിലും സാരീസ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലത്തെ പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.